കരകുളം മേൽപ്പാല നിർമ്മാണം ഏതുവരെ ആയി എന്ന് ചോദിച്ചവർക്ക് കൃത്യമായിട്ട് രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് തരികയാണ്. മേൽപ്പാല നിർമ്മാണത്തിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നിങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ടും കണ്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് കരകുളം ബ്രിഡ്ജ് മുതൽ ആരംഭിച്ച് കെൽട്രോൺ ജംഗ്ഷൻ വരെയുള്ള നിർമ്മാണ അപ്ഡേറ്റ്സും ഇതിനോടൊപ്പം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും കണ്ടതിന് ശേഷം അഭിപ്രായം കൃത്യമായിട്ട് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. നമസ്കാരം. 2 ആഴ്ചകൾക്ക് മുന്നിലായിട്ട് വഴയിലെ ജംഗ്ഷൻ മുതൽ കരകുളം ബ്രിഡ്ജ് വരെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വീഡിയോ ചെയ്തതാണ്. ഇന്ന് ഇതിൻ്റെ 2ാം ഭാഗം കംപ്ലീറ്റ് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. ഇപ്പം നിങ്ങൾ ഈ ഫ്രണ്ടിലായിട്ട് കാണുന്നതാണ് കരകുളത്ത് ഒരു സൈഡിൽ പൂർണ്ണമായിട്ടും കംപ്ലീറ്റഡ് ആയ കരകുളം ബ്രിഡ്ജിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിഷ്വൽസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഈ പറഞ്ഞ കരകുളം ബ്രിഡ്ജിനെ കുറിച്ച് മാത്രമായിട്ട് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ആ വീഡിയോയിൽ ഈ ബ്രിഡ്ജിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങളും ഇതിൻ്റെ നിർമ്മാണ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേജും കൃത്യമായിട്ട് അവിടെ ഡിഫൈൻ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ അതിലധികം കോൺസെൻട്രേറ്റ് ചെയ്യാതെ തന്നെ ഈ കരകുളം ബ്രിഡ്ജിൽ നിന്ന് ആരംഭിച്ച് നമുക്ക് കെൽട്രോൺ ജംഗ്ഷൻ വരെയുള്ള പ്രധാനപ്പെട്ട വളരെയധികം ക്രൂഷ്യലായ ഈ ഡെവലപ്മെൻറ്റിലെ മേൽപ്പാല നിർമ്മാണം കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഈ കരകുളം ബ്രിഡ്ജിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ പോയി കണ്ട് മനസ്സിലാക്കുന്നത് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാനായിട്ട് നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമുക്ക് ഈ കരകുളം ബ്രിഡ്ജിൽ അധികം ഫോക്കസ് ചെയ്യാതെ നേരെ നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഈ പറഞ്ഞ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണ അപ്ഡേറ്റ്സ് കണ്ട് മനസ്സിലാക്കാനാണ്. ബ്രിഡ്ജ് കഴിഞ്ഞാൽ ഉടനെ തന്നെ സൈഡിലുള്ള പൈപ്പ് ലൈൻ റോഡ് വഴി കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് കൃത്യമായിട്ട് ഇവിടുത്തെ അപ്ഡേറ്റ്സ് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അത് ഈ പറഞ്ഞ ഒരു പൈപ്പ് ലൈൻ റോഡ് ഉള്ളത് കൊണ്ട് തന്നെ അപ്ഡേറ്റ്സ് കവർ ചെയ്യാനും കുറച്ച് ഈസിയാണ്. കാരണം പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ടൊരു സ്ഥിതിയാണ് ഈ പറഞ്ഞ കരകുളം കെൽട്രോൺ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് ഈ മേൽപ്പാല നിർമ്മാണം നടക്കുന്നത് കൊണ്ട് തന്നെ ഒറ്റപ്പെട്ടു എന്ന് ഞാൻ ഇവിടെ പറയാനുള്ളൊരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ കരകുളം പാലത്തിന് ശേഷം കെൽട്രോൺ ജംഗ്ഷൻ വരെ പൂർണ്ണമായിട്ടും ഗതാഗതം നിരോധിച്ചാണ് ഇവിടുത്തെ മേൽപ്പാല നിർമ്മാണം നടക്കുന്നത്. അതാണ് ഇപ്പോൾ എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് കാണാം. ആ ഭാഗത്തും അതുപോലെ തന്നെ ഇതിന് ശേഷം വരുന്ന കുറച്ചധികം ഭാഗത്തും ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവർക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത സിറ്റുവേഷൻ ഇപ്പം നിലവിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരല്പം ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ തന്നെ ഇതിൻ്റെ മേൽപ്പാല നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകൾ കണ്ടു തുടങ്ങാൻ പറ്റിയിരുന്നു. ഒറ്റ നോട്ടത്തിൽ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം, ഇതിൻ്റെ പില്ലറിംഗ് വർക്കുകൾ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഒരു 98% കംപ്ലീറ്റഡ് ആയ ഒരു അവസ്ഥയിലാണ്. ഈ പില്ലറുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഗർഡറുകളുടെ വർക്കുകളാണ് ഇനി പ്രധാനമായിട്ടും ബാക്കിയുള്ളത്. ഒരു ക്രൂഷ്യലായ ഒരു സ്റ്റേജ് തന്നെ ഈ പറഞ്ഞ ഈ തൂണുകളുടെ നിർമ്മാണത്തോടു കൂടി തന്നെ അവസാനിച്ചു എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഈ തൂണുകളുടെ നിർമ്മാണം തന്നെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയുള്ളൊരു ഫേസ് ആണെന്ന് തന്നെ പറയാം. കാര്യം സൈഡിലൂടെ ഈ പറഞ്ഞ നമ്മുടെ കരമന ആറ് പോകുന്നുണ്ട്. കരമന ആറ് തന്നെയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷേ കരമന ആറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഈ കരമന ആറ് പോകുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. വഴയിലയിൽ നിന്ന് ആരംഭിച്ച് കരകുളം ബ്രിഡ്ജ് വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓൾമോസ്റ്റ് പൂർത്തിയായിരിക്കെ ഈ ഒരു മേൽപ്പാലം കൂടെ കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ആയി ഈ ജനങ്ങളുടെ ദുരിതം മാറൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കാര്യം ഇപ്പോൾ ഒരുപാട് ചുറ്റിക്കറങ്ങിയാണ് ഇപ്പോൾ എല്ലാവരും യാത്ര ചെയ്യുന്നത്. യാത്ര ദുരിതമാണെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഈ കാഴ്ചയിലൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും ഒരുപാട് ഫാമിലീസ് അവിടെ താമസിക്കുന്നുണ്ട്, ഒരുപാട് ബിൽഡിങ്ങുകൾ കാണാം. ഇവരുടെ എല്ലാം ഒരു പ്രധാനപ്പെട്ട ഒരു ആക്സസ് എന്ന് പറയുന്നത് ഈ റോഡ് തന്നെയായിരുന്നു. ഈ മേൽപ്പാല നിർമ്മാണത്തിന് ശേഷം മാത്രമേ അവർക്ക് ഇനി സ്മൂത്തായിട്ട് യാത്ര ചെയ്യാൻ കഴിയൂ എന്നുള്ളത് കോമൺ സെൻസിൽ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളുണ്ട്. നിർമ്മാണ വേഗതയെക്കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 2 മാസങ്ങൾക്ക് മുമ്പ് അപ്ഡേറ്റ് ചെയ്യാനിരുന്നപ്പോൾ പില്ലറിംഗ് വർക്കുകൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പില്ലറിംഗ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റഡ് ആയി മറ്റ് പ്രധാനപ്പെട്ട പ്രവൃത്തികളിലേക്ക് കടന്നിരിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും ഈ തരത്തിൽ പൂർണ്ണമായിട്ടും ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ളൊരു നിർമ്മാണ പ്രവർത്തനത്തിൽ ഇത്രയും വേഗത മതിയോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ സംശയമുണ്ട്. വീണ്ടും മുന്നിലേക്ക് പോയി കഴിയുമ്പോൾ ഏകദേശം ഫ്ലൈ ഓവറിൻ്റെ ഒരു മധ്യഘട്ടത്തിലെത്തിയപ്പോൾ ഗർഡറുകളുടെ വർക്കുകൾ ആരംഭിച്ച സ്ഥിതിയിലാണുള്ളത്. പ്രധാനമായിട്ടും ഈ ഭാഗം ഫോക്കസ് ചെയ്തിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നിലേക്ക് പോകുന്നത്. തകൃതിയായ രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം ഈ ഫ്ലൈ ഓവറിൻ്റെ മധ്യഭാഗത്ത് കാണാനും ഇടയായി. ഈ ഒരു വേഗതയാണ് പൂർണ്ണമായിട്ടും 2 സൈഡിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നു തന്നെയാണെങ്കിലും ഒരല്പം കൂടെ നിർമ്മാണ വേഗത കൂട്ടിയെങ്കിൽ മാത്രമേ സമയബന്ധിതമായിട്ട് നമുക്ക് ഈ പ്രോജക്റ്റിൻ്റെ ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. ഓഫ് കോഴ്സ് ഈ തരത്തിലുള്ള ഒരുപാട് സ്ഥലപരിമിതിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ടെറൈനിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണവും ഒരു മേൽപ്പാല നിർമ്മാണം ഒട്ടും ഈസി അല്ല. എന്നിരുന്നാലും നമുക്ക് ഈ പറഞ്ഞ ഗതാഗതം പൂർണ്ണമായിട്ടും അടച്ചതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ദുരിതം കാണാതെ പോകാനായിട്ട് സാധിക്കില്ല.
പല രീതിയിലുള്ള എഫേർട്ടുകൾ യൂസ് ചെയ്ത് ഇത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഇതിനെല്ലാത്തിനും സൊല്യൂഷനും ആവൂ, ഈ ഫസ്റ്റ് ഫേസ് പൂർണ്ണമായി എന്ന് നമുക്ക് പറയാനും സാധിക്കൂ. പല സ്ഥലത്തും കൃത്യമായ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മേൽപ്പാലത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഭാഗത്തും എൻഡിങ് ഭാഗത്തും വളരെയധികം സ്ലോ ആണെന്ന് തന്നെ പറയാം. കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുമ്പോൾ ഈ മേൽപ്പാലം വന്ന് ഇറങ്ങുന്ന ഭാഗത്തായിട്ട് റീറ്റെയിനിങ് വാളുകൾ ദൃശ്യമായി തുടങ്ങിയിരുന്നു. ഈ റീറ്റെയിനിങ് വാളുകളുടെ ഉള്ളിലേക്ക് പല രീതിയിലുള്ള ഫില്ലിങ്ങും കൊണ്ടുവന്ന് മേൽപ്പാലത്തിനെ കരകുളം കെൽട്രോൺ ജംഗ്ഷൻ ഭാഗത്തേക്ക് ഇറക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കും പ്ലാൻ. ഈ പറഞ്ഞ ഒരു നദിയുടെ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ റീറ്റെയിനിങ് വാളുകളുടെ നിർമ്മാണവും ഒരല്പം ലാഗ്ഡ് ആണെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇപ്പോൾ ആ കാണുന്ന കെർവാണ് കെൽട്രോൺ ജംഗ്ഷൻ ഭാഗത്തേക്ക് വന്ന് തിരിയുന്ന അവസാന ഭാഗം. ഇവിടെ തന്നെയാണ് ഈ പറഞ്ഞ ഫ്ലൈ ഓവർ വന്ന് അവസാനിക്കാനും പോകുന്നത്. പക്ഷേ ഒരല്പം കൂടെ നിർമ്മാണ വേഗത നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നെങ്കിൽ മാത്രമേ യാത്രാ ദുരിതം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോൾവ് ആവാനുള്ളൊരു സാധ്യതയുള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ വെച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ വഴയില മുതൽ കരകുളം ബ്രിഡ്ജ് വരെ ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയതിനു ശേഷം പിന്നെയും ഒരു മിനിമം ഒരു 6 മാസത്തെ സമയമെങ്കിലും മിനിമമായിട്ട് ഈ പറഞ്ഞ ഫ്ലൈ ഓവർ കംപ്ലീറ്റഡ് ആവാൻ എടുക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരല്പം കൂടെ ടെമ്പോ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന കാര്യം ഒരു 3 മാസങ്ങൾക്ക് ശേഷമായിരിക്കും ഇനി ഇതിൻ്റെ അപ്ഡേറ്റ് വീഡിയോ ചെയ്യുന്നത്. ആ സമയത്ത് കൂടുതൽ വിഷ്വൽസ് നമുക്ക് കൃത്യമായ രീതിയിൽ കവർ ചെയ്യാം മറ്റൊരു കണ്ടന്റുമായിട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.